नित्यं हिदाहार विहारसेवी समीक्षकारी विषयेष्वसक्त दाता सम सत्यपर क्षमावानाप्तो बसेवी च भवत्यरोग വാതകണ്ഠകം എന്ന ഒരു വാദവ്യാധി, പ്രത്യേകിച്ച് വാതകണ്ഠം എന്ന് പറഞ്ഞാൽ കാലിൻ്റെ ഉപ്പൂറ്റിയിൽ, അതായത് കാലിൻ്റെ മടമ്പിൽ കാലത്ത് എണീറ്റ് നിലത്ത് ഊന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം വേദനയാണ് വാതകണ്ഠം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ഠകം എന്ന് പറഞ്ഞാൽ മുള്ള് എന്നൊരു അർത്ഥമുണ്ട്. മുള്ള് കുത്തിയാലുള്ള തരത്തിലുള്ളൊരു വേദന, അതാണ് വാതകണ്ഠകം എന്ന പദത്തിന് ഒരു വ്യാഖ്യാനമായിട്ട് പറയാൻ പറ്റുന്നത്. ഈ നിമ്നോന്നതങ്ങളായ സ്ഥലങ്ങൾ, അതായത് ഏറ്റക്കുറച്ചിൽ, കുന്നും മലയും, ആ തരം കാല് നേരെ വെക്കാൻ പറ്റാത്ത തരത്തിലുള്ള സ്ഥലത്ത് കൂടെയുള്ള അധികമുള്ള നടത്തം, റഫായിട്ട്, അതായത് മെറ്റലിട്ട് ചരൽ ഇതേമാതിരിയുള്ള സ്ഥലത്ത് കൂടുതൽ നടക്കുക, ഇതിനൊക്കെ പുറമെ റെസ്റ്റ് എടുക്കാതെ, ഈ പ്രത്യേക ജോയിൻറ്റിന് ഒരു റെസ്റ്റ് കൊടുക്കാതെയുള്ള കൂടുതൽ ദീർഘമായ നടത്തം, അതാണ് ഇതിന് ഏറ്റവും അധികം കാരണമായിട്ട് ഭവിക്കുന്നത്. ഈ കാര്യം അറിയാതെ, അതായത് ഒരു സ്ഥലത്ത് റെസ്റ്റ് എടുത്ത് എണീറ്റ് നടന്നാൽ ഇതിന് വലിയ വേദനയുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് ഇതുള്ള വ്യക്തികൾ അധികം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഏതെങ്കിലും ഇരുന്ന് കുറച്ച് എണീറ്റ് പോയാൽ ഈ വേദന 10 മിനിറ്റ് 2 മിനിറ്റ് അനുഭവിക്കണം. അതിങ്ങനെ കൂടെ കൂടെ വരുന്നതുകൊണ്ട് ഇവർ ഇരിക്കാനോ റെസ്റ്റ് എടുക്കാനോ ഒരു പ്രത്യേകിച്ച് താല്പര്യം കാണിക്കാതെ നടക്കും. അതുകൊണ്ട് തന്നെ ഈ അസുഖം കൂടുകയും ചെയ്യും. രോഗത്തെപ്പറ്റി ശരിയായ ഒരു ജ്ഞാനമുണ്ടായി കഴിഞ്ഞാൽ വളരെ ലഘുവായ മാർഗങ്ങളിൽ കൂടെ ഇത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. വാദവ്യാധികളിൽ സാധാരണ ചെയ്യാറുള്ളത് പോലെ സ്നേഹനം, സ്വേദനം ഇതൊക്കെയാണ് ഇതിലും ചെയ്യാറുള്ളത്. ഈ കാലിനടിയിലെ മടമ്പ് ഉള്ള ആ ഊറ്റി ഭാഗത്ത് ചൂട് പിടിക്കുക, തൈലങ്ങൾ കൊണ്ട് ചൂട് പിടിക്കുക, എന്നിട്ട് അകത്തേക്ക് ഇതേമാതിരിയുള്ള ഇതിന് പറ്റിയിട്ടുള്ള മരുന്നുകൾ കഴിക്കുക. പിന്നെ വേറെ ചില ക്രിയാക്രമങ്ങൾ പലതും ചെയ്യാനുണ്ട്. ഉപനാഹം ചെയ്യുക എന്ന് പറയും, ദാഹകർമ്മം ചെയ്യുക എന്ന് പറയും, ജളൂക, അതായത് അട്ടയിട്ട് രക്തം കുടിപ്പിക്കുക, അങ്ങനെ പലതും ചെയ്യാനുണ്ട്. ഇത് ഓരോ വ്യക്തിക്കും ആ രോഗത്തിൻ്റെ അവസ്ഥയ്ക്കും അനുസരിച്ച് പലരിലും പലതായിട്ട് ചെയ്യേണ്ടി വരും. സാധാരണ ഗുൽഗുലുയുക്തം കഷായം, കൈശോര ഗുൽഗുലു ഗുളിക, ഗുൽഗുലുയുക്ത ഘൃതം, പിന്നെ രാസ്നേരണ്ടാതി കഷായം, അതിൽ യോഗരാജ ചൂർണം, മഹാരാസ്നാദി കഷായം, ഇത്തരം സാധാരണ വാദത്തിന് പറയപ്പെടുന്നതായിട്ടുള്ള എല്ലാ മരുന്നുകളും ഇതിനും ഉപയോഗിക്കാവുന്നതാണ്. സാധാരണയായി ഒരു 30 വയസ്സിന് മേലെ ഉള്ള സ്ത്രീ പുരുഷന്മാരിൽ ഭേദമില്ലാണ്ട് തന്നെ ഈ അസുഖം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് വീടുകളിൽ ഒരു 5-6 ആളൊക്കെ ഉള്ള ഒരു വീട്ടിലൊക്കെ സ്ത്രീകൾക്ക് ഇതൊരു വല്ലാത്തൊരു അസുഖമാണ്. എന്താ കാരണം വെച്ചാൽ കാലത്ത് 5 മണിക്കോ 6 മണിക്കോ വീട്ടമ്മ അടുക്കളയിൽ എത്തിക്കഴിഞ്ഞാൽ അത്യധ്വാനമുള്ള പണിയല്ലെങ്കിലും
മെനക്കെട്ട പണികളായിട്ട് അങ്ങനെ കൂടും. അങ്ങനെ വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 1 മണി 2 മണി വരെ അടുക്കളയിലും അവിടെയും ഇവിടെയും കാര്യങ്ങളും പാത്രം അത് ഇങ്ങനെയൊക്കെ ആയിട്ട് നടക്കും. ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ പ്രത്യേകിച്ച് സിമെൻ്റ് ഇട്ട നിലവും അതൊക്കെ ആവും ചെയ്യും. റെസ്റ്റ് എടുക്കുക ഈ കാലത്ത് രാവിലെ 6 മണി മുതൽക്ക് ഉച്ചയ്ക്ക് 1 മണി 2 മണി വരെ റെസ്റ്റ് ഇല്ലാതെ ഇവർ നടക്കുക ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഒരു സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന ഒറ്റ കാരണം കൊണ്ട് ഈ അസുഖം ഉണ്ടാകാൻ വളരെ എളുപ്പമാണ്. മണലിൻ്റെ കിഴികൾ ഉണ്ടാക്കിയിട്ട് ആ മണൽ കിഴി ചെയ്യുക. ഒരു ദിവസം ഒരു അരമണിക്കൂർ വീതം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും മണൽ കിഴി ചെയ്യുക. ഈ അസുഖത്തിന് വളരെയധികം പെട്ടെന്ന് ഫലം ചെയ്യുന്നതാണ്. ഈ മണലിൻ്റെ അതേ സ്ഥാനത്ത് ഉപ്പ് ചെറിയ കിഴി ഒരു ഓറഞ്ച് വലുപ്പത്തിൽ കിഴി ഉണ്ടാക്കിയിട്ട് ഉപ്പ് കൊണ്ട് കിഴി ചെയ്യുക. ഇതും വളരെയധികം ഫലം ചെയ്യുന്ന ചികിത്സകളാണ്. ഇത് കൂടാതെ ഇതിന് ദാഹകർമ്മം എന്ന് പറഞ്ഞിട്ട് പ്രത്യേക ഒരു ചികിത്സ ഇതിന് പ്രത്യേക പേരുണ്ട്. ഇതിനെന്താ എങ്ങനെ വെച്ചാൽ കറ്റുവാഴയുടെ സ്വരസം കാലിൻ്റെ അടിയിൽ തേച്ച് ആ ഭാഗത്ത് ഒരു പ്രത്യേകതരം ഹാമർ ഉണ്ട്. ഹാമറിൻ്റെ ഒരു ഭാഗം ബ്ലണ്ടായിട്ടും ഒരു ഭാഗം ഷാർപ്പായിട്ടിരിക്കും. ഈ ഹാമർ കണലിൽ വെച്ച് നല്ലവണ്ണം ചുട്ട് പഴുപ്പിച്ചതിന് ശേഷം ഈ കാലിൻ്റെ അടിയിൽ ഈ കറ്റുവാഴയുടെ നീര് പുരട്ടിയിട്ട് ഈ ഹാമർ കൊണ്ട് വളരെ ജെൻറ്റിലായിട്ട് ഇങ്ങനെ മേടും. ഈ ഒരു പ്രക്രിയ ഒരു കഷ്ടി ഒരു 3-4 മിനിറ്റ് 5 മിനിറ്റ് വരെ ഒരു ദിവസം ചെയ്യും, അത്രേ ഉള്ളൂ. ചൂടുവെള്ളത്തിൽ ദിവസവും കാല് ഇറക്കി വയ്ക്കുക. 2-3 പ്രാവശ്യം ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ ഇറക്കി വയ്ക്കുക. പിന്നെ ഈ ഫിസിയോതെറാപ്പിക്കാരുടെ ഇത് പ്രകാരം ഐസ് വയ്ക്കുക. ഒരു 20 മിനിറ്റ് നേരം ദിവസം ഐസ് വയ്ക്കുക അതിലുള്ള ഭാഗത്ത്. അങ്ങനെ ചിലത് പറയുന്നുണ്ട്. ഇതൊന്നും ഇപ്പോൾ ചികിത്സയായിട്ടെല്ലാം വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. രക്തശുദ്ധിയും ശരീരകാന്തിയും പ്രദാനം ചെയ്യുന്നതിനും ത്വക്ക് രോഗങ്ങൾ അകറ്റുന്നതിനും പ്രസിദ്ധമായ ഒരു ഔഷധിയാണ് മഞ്ചട്ടി. രക്താംഗി, മഞ്ചിഷ്ട എന്നീ സംസ്കൃത നാമങ്ങളിൽ അറിയപ്പെടുന്ന മഞ്ചട്ടിയുടെ ശാസ്ത്രനാമം റൂബിയ കോഡിഫോളിയ എന്നാണ്. ഇത് റൂബിയേസിയെ എന്ന കുടുംബത്തിലെ ഒരംഗമാണ്. ഇന്ത്യയിലുടനീളം നിത്യഹരിത വനങ്ങളിലും മലയോര പ്രദേശങ്ങളിലും ഈ സസ്യം കണ്ടുവരുന്നു. വളരെ ദുർബലമായ പച്ച നിറത്തിലുള്ള ഒരു വള്ളിച്ചെടിയാണിത്. തണ്ടുകൾ പരുപരുത്ത അരമുള്ളതും 4 കോണോട് കൂടിയതും ആണ്. 4 അതിലധികമോ ഹൃദയാകാരത്തിൽ കൂർത്ത അഗ്രത്തോടു കൂടിയ ഇലകൾ ഓരോ പർവ്വസന്ധിക്കു ചുറ്റും വിന്യസിച്ചിരിക്കുന്നു. ഇലഞ്ഞെട്ട് നീളമുള്ളതും പരുപരുത്തതും ആണ്. പച്ച കലർന്ന മഞ്ഞ നിറത്തിലുള്ള ചെറിയ പൂക്കൾ കുലകളായി പത്രകഷങ്ങളിൽ ഉണ്ടാകുന്നു. ഫലങ്ങൾ ചെറുതും ഉരുണ്ടതും കറുത്ത നിറമുള്ളതുമാണ്. ഫലത്തിൽ ഒരു വിത്ത് മാത്രമാണ് ഉള്ളത്. കഫപിത്ത രോഗങ്ങൾ, രക്തപിത്തം, മൂത്രാശയ രോഗങ്ങൾ, ചർമ്മരോഗങ്ങൾ, നേത്രരോഗങ്ങൾ, പനി, ചുമ എന്നിവയുടെ ചികിത്സയിൽ ഇതിൻ്റെ വേര് ഉപയോഗിച്ചു വരുന്നു. ശരീരത്തിൽ ഉണ്ടാകുന്ന നിറഭേദങ്ങൾ, പുള്ളികൾ, വീക്കം എന്നിവയ്ക്ക് ഇതിൻ്റെ വേരരച്ച് തേനും ചേർത്ത് പുരട്ടുന്നതും ഉള്ളിൽ കഴിക്കുന്നതും ഗുണകരമാണ്. വിഷജന്തുക്കൾ കടിച്ചാൽ മഞ്ചട്ടിയുടെ വേരരച്ച് മുറിവായിൽ പുരട്ടുക പതിവാണ്. വിഷമാർത്തവത്തിനും പ്രസവാനന്തരം ഗർഭാശയ ശുദ്ധിക്കും മഞ്ചട്ടി വേര് കഷായം വെച്ച് കുടിക്കുക പതിവാണ്. മഞ്ചിഷ്ടാദി തൈലം, ധാന്വന്തര അരിഷ്ടം, ധാന്വന്തരം കുഴമ്പ്, കല്യാണകഘൃതം എന്നീ ആയുർവേദ യോഗങ്ങളിൽ മഞ്ചട്ടി ഒരു പ്രധാന ചേരുവയാണ്. വേരിൽ നിന്നും ലഭിക്കുന്ന ചുവന്ന ചായം തുണി വ്യവസായ രംഗത്തും കാലിക്കോ പ്രിൻറ്റിങ്ങിനും ചായ വസ്തുവായി ഉപയോഗിക്കുന്നു. വിത്തുമൂലവും ഭൂകാണ്ഡം, ഇളം തലപ്പുകൾ എന്നിവ വഴിയും ഈ സസ്യത്തിൻ്റെ പ്രജനനം സാധ്യമാണ്. വിത്തുകൾ 12 മണിക്കൂർ കുതിർത്തതിന് ശേഷം തടങ്ങളിൽ പാകി മുളപ്പിക്കാം. ഇപ്രകാരം മുളപ്പിച്ച തൈകൾ കുറച്ച് വലുതായാൽ വളവും മണ്ണും നിറച്ച പോളിത്തീൻ ഉറകളിൽ വളർത്താം. സാമാന്യ വളർച്ചയെത്തിയ തൈകളെ അനുയോജ്യമായ സ്ഥലത്തേക്ക് മാറ്റി നടാം. 4 മുട്ടുകളുള്ള ഇളം തണ്ടുകളാണ് കായിക പ്രജനനത്തിന് ഉപയോഗിക്കുന്നത്. വളമണ്ണ് നിറച്ച പോളിത്തീൻ കവറുകളിൽ 1 മുട്ട് മണ്ണിനടിയിൽ വരത്തക്കവണ്ണം തണ്ടുകൾ നടണം. വേര് പിടിച്ച് പുതിയ 4-5 ഇലകൾ വന്നതിന് ശേഷം ഇവയെ അനുയോജ്യമായ സ്ഥലത്തേക്ക് മാറ്റി നടാം. ഒരു വള്ളിച്ചെടി ആയതിനാൽ പടർന്നു വളരാൻ സഹായകമായ വിധത്തിൽ വേലിക്കരികിൽ നടുകയോ കമ്പ് കുത്തിക്കൊടുക്കുകയോ പന്തൽ കെട്ടിക്കൊടുക്കുകയോ ചെയ്യണം. ഒരു കാലത്ത് സുലഭമായിക്കൊണ്ടിരുന്ന മഞ്ചട്ടി വേര് ഇന്ന് വളരെ ദുർലഭമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സസ്യത്തെ തിരിച്ചറിയുക, സംരക്ഷിക്കുക.